എൻ്റെ പേര് ബൈജു. ഞാൻ ഇതൊരു ക്രിട്ടിക്കലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡോക്ടർ ത്രിദീപ് സാറിൻ്റെ പേഷ്യൻ്റായിരുന്നു. ആ സാറിൻ്റെ ഒരു ഒറ്റ കഴിവുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. 90% ഓക്കെ അല്ലായിരുന്നു, 10% മാത്രമേ ചാൻസ് ഉണ്ടായുള്ളൂ. ഡോക്ടർ നല്ല രീതിയിലാണ് എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയതും. നേഴ്സുമാരായാലും മാലാഖമാരുടെ രൂപത്തിൽ വന്ന് എൻ്റെ ഭർത്താവിനെ നോക്കി. ഡോക്ടറായാലും നല്ല രീതിയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ പെരുമാറാനും ചോദിക്കുന്നതിനും ഉത്തരം പറയാനും നമ്മളോട് എന്തുണ്ടോ ഇന്നതുപോലെ എന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് പറയും. അതാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ കഴിവെന്ന് എനിക്ക് പറയാനുള്ളത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഡോക്ടറിന് ഒരു ദേഷ്യമില്ല, ചിരിച്ചിട്ടാണ് നമ്മളോട് എപ്പോഴും സംസാരിക്കുക. നമ്മുടെ സംശയങ്ങൾ തീർത്ത് തരുന്നതും ഡോക്ടർ അങ്ങനെയാണ്. എപ്പോഴും ചിരിച്ചിട്ട് ബൈജു നിനക്ക് സുഖമല്ലേ, നിനക്ക് എങ്ങനെയുണ്ട്, ആ ചോദ്യത്തിൽ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുകയും നമ്മളോട് പെരുമാറുകയും. ഇപ്പം ഞങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകൾ കുറേ ദൂരം ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു എൻ്റേതായ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. അതുപോലെ ഡോക്ടർ നമുക്കൊരു ക്ലെയിമിൻ്റെ ഇത് ചോദിച്ചു. നമ്മൾക്ക് ഈ മോദിയുടെ ഒരു സഹായം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് എഴുതി തന്നു. ഫോമൊക്കെ പൂരിപ്പിച്ച് തന്നു, ഒപ്പിട്ട് തന്നു. നമ്മളതിന് കൊടുത്തിട്ടുണ്ട്. കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾക്ക് താത്തി തന്നായിരുന്നു. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളോട് പെരുമാറ്റമായാലും നല്ല രീതിയിലായിരുന്നു. രോഗിയോടായാലും കൂടെ നിൽക്കുന്ന ആളോടായാലും പെരുമാറ്റത്തിലാണ് നമുക്ക് നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ തിരിച്ചൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ല പെരുമാറ്റമായിരുന്നു നഴ്സുമാർ. ഐസിയുവിൽ കിടന്നപ്പോൾ ആ നഴ്സുമാർ ശരിക്കും ഒരു മാലാഖ വന്ന് എങ്ങനെയാണ് നമ്മളെ അടുത്ത് നിൽക്കുന്ന പോലെ അവർ വന്നുകൊണ്ട് അപ്പച്ചൻ എന്ത് വേണം, എങ്ങനെയുണ്ട് അപ്പച്ചൻ എന്ന് ചോദിക്കുന്ന ഞാൻ അടുത്ത് നിന്നാലും എനിക്കൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. എല്ലാം നഴ്സുമാർ ചെയ്തു. ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മൾ പതിവ് ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ആത്മാർത്ഥയിൽ ഡോക്ടർ ഇവിടെ ഇല്ല, എന്നും ഇവിടെ ഇല്ലെങ്കിലും വരുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടറെ കാണുമേ. ഇപ്പം അപ്പച്ചൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ തന്നെ അപ്പച്ചൻ്റെ രോഗത്തെ മാറണ ഒരു രീതിയാണ് നമുക്ക് തമ്പുരാൻ ഡോക്ടറിലൂടെ ഇടപെടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നു. നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നണം. മാതാവ് ശരിക്കും ഡോക്ടറിൽ കൂടി ഇടപെട്ട് ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.